പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. 7.5 വർഷം റിമാൻഡിൽ കിടന്നിട്ടാണ് സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം കൊടുത്തത്. നേരത്തെ ഈ കേസിൻ്റെ ട്രയലിന് മുമ്പ് 10 പ്രാവശ്യത്തോളം കേരള ഹൈക്കോടതിയിലെ ജാമ്യത്തിന് പൾസർ സുനി ശ്രമിച്ചിരുന്നു. പക്ഷേ ജാമ്യം കൊടുത്തില്ല. ഒരു പ്രാവശ്യം ജാമ്യത്തിന് അപേക്ഷിച്ച് കഴിഞ്ഞപ്പം അത് തിരസ്കരിച്ചപ്പം 3-ാം ദിവസം വീണ്ടും കൊടുത്തു. കോടതി ഒരു ശല്യമാണെന്ന് കണക്കാക്കി 25,000 രൂപ പെനാൽറ്റി അടിച്ചു. 25,000 രൂപ കെട്ടിവെച്ചിട്ടുണ്ടാവും. അതിനുശേഷം സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പോലീസ് ഭാഗത്ത് പ്രോസിക്യൂഷൻ്റെ ശക്തമായ എതിർപ്പ് കാരണം സുപ്രീം കോടതി അനുവദിച്ചില്ല. ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതി പോയിരിക്കുന്നു. 261 സാക്ഷികളുടെ വിസ്താരം കഴിഞ്ഞു. അതിനകത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെയും വിസ്താരം കഴിഞ്ഞിരിക്കുന്നു. ഇനി ആർഗ്യുമെൻ്റൊക്കെയാണ്. അപ്പം ഈ സന്ദർഭത്തിലാണ് സുപ്രീം കോടതിയിലേക്ക് അവർ ജാമ്യത്തിന് വേണ്ടിയുള്ള നീക്കം നടത്തിയത്. അത് വിജയിക്കുകയും ചെയ്തു. 7.5 വർഷം കിടന്നു. ഇതിനകത്ത് നമുക്കറിയാം 376D ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ആ പീഡനത്തിന് 7 വർഷം മിനിമം ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ 10 വർഷമാകാം. ലൈഫ് ഇംപ്രിസൺമെൻറ്റും കൊടുക്കാനായിട്ടുള്ള സാധ്യതയുള്ള കേസാണിത്. പക്ഷേ അതിനുള്ള സാധ്യത പല കാരണങ്ങൾ കൊണ്ട് ഞാൻ കാണുന്നില്ല. ഏതായാലും ഒരാഴ്ചയ്ക്കകം അയാൾക്ക് ബെയിൽ കൊടുക്കാനായിട്ട് സെഷൻസ് കോടതിയിലേക്ക് ഡയറക്ഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ പൾസർ സുനി അവിടുന്ന് ജാമ്യത്തിൽ പോകും. ഇനി പൾസർ സുനിയെ ജാമ്യത്തിന് സഹായിച്ച് അല്ലെങ്കിൽ അയാൾക്ക് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ ആര് പണം കൊടുത്തു, അയാൾ ഇത്രയും വലിയ വക്കീലന്മാരെയൊക്കെ വെക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള പ്രസക്തമായ ചില ചോദ്യങ്ങളൊക്കെ പത്രങ്ങളിൽ ഞാൻ കണ്ടു, ചാനലിലും കണ്ടു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആരെങ്കിലും വന്ന് സ്പോൺസർ ചെയ്താൽ മതി. കാരണം വലിയ പണമൊന്നും വേണ്ട. ഹൈക്കോടതിയിലേക്ക് അധികം ഫീസ് വാങ്ങാത്ത ഇവരെ സഹായിക്കുന്ന രീതിയിലുള്ള വക്കീലന്മാരുണ്ട്. ഒരു 10-25 രൂപ ഒരു കേസിന് കൊടുത്താൽ മതി. അങ്ങനെ 10 പ്രാവശ്യം ഉണ്ടെങ്കിൽ ഒരു 2-3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയും പോയി ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വലിയ പണം മുടക്കൊന്നും വന്നിട്ടില്ല. മറ്റൊരു കാര്യം, സുപ്രീം കോടതി അതിശയത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഇത് എന്തൊരു ട്രയല്, ഇത് എന്തൊരു വിചാരണ. കാരണം സുപ്രീം കോടതി നോക്കിക്കഴിഞ്ഞപ്പം അത് 7 വർഷമായിട്ട് ഈ കേസ് നിലനിൽക്കുന്ന ഒന്ന്, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ 113 ദിവസം ആ കൂട്ടിനകത്ത് കയറ്റി നിർത്തി അങ്ങ് വിസ്താരം തുടങ്ങുകയാണ്. അതാണ് സുപ്രീം കോടതി ചോദിച്ചത്. എന്തൊരു വിസ്താരം എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. 113 ദിവസം പ്രതിഭാഗം വക്കീലെ, ദിലീപിൻ്റെ വക്കീലെ അദ്ദേഹത്തിനെ കൂട്ടിലിട്ട് ഏകദേശം ഒരു ദിവസം 6 മണിക്കൂറെങ്കിലും കൂട്ടിക്കോളൂ വിസ്തരിച്ചു. മറ്റൊന്ന് 36 ദിവസം ബാലേന്ദ്രകുമാറിനെ വിസ്തരിച്ചിട്ടുണ്ട്. അത് 36 ദിവസം. പിന്നെ അവിടുത്തെ ഒരു SP, സൈബർ സെല്ലിലെ SP, അദ്ദേഹത്തിന് 15 ദിവസം. പൊതുവേ നമ്മൾ നോക്കിക്കഴിയുമ്പം ഒരു ഹറാസ്മെൻ്റാണ് പ്രതികളുടെ വക്കീൽ നടത്തിയെന്ന് നമുക്ക് പറയാൻ ഒക്കുള്ളൂ. സുപ്രീം കോടതി പ്രോസിക്യൂഷനെയാണ് കുറ്റപ്പെടുത്തിയെന്ന് പല വാർത്തകളും കണ്ട്. അത് ശരിയല്ല. കാരണം പ്രോസിക്യൂഷൻ ഇതിനകത്ത് ഒരു റോളുമില്ല. ഹൈക്കോടതി പ്രതികളുടെ വക്കീൽ വിസ്താരം പതുക്കെ പോകുമ്പം കോടതിയാണ് ഇൻ്റർഫിയർ ചെയ്യേണ്ടത്. അത് 113 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കുന്ന ഒരു ചരിത്രം ഇന്ത്യയിലെങ്ങും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എന്ത് കോടതി, എന്ത് വിചാരണ എന്നൊക്കെ സുപ്രീം കോടതി ചോദിച്ചു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം ഇത് അനാവശ്യമായി നീട്ടിക്കൊണ്ട് പോയി കേസ്. ആർക്കായിരുന്നു? പ്രോസിക്യൂഷൻ എത്രയും പെട്ടെന്ന് കേസ് തീർക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ കേസ് നീണ്ടുപോയി. അത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേസിൻ്റെ വിധി വരുമ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങൾ ചിലതൊക്കെ മനസ്സിലാവും. ഇതിനകത്ത് ദിലീപിനും അതുപോലെ മറ്റു പ്രതികൾക്കും കൃത്യമായ എവിഡൻസ്, തെളിവുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് മെമ്മറി കാർഡ് നമുക്കറിയാം. കോടതിയിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അങ്കമാലിയിൽ 2018 ജനുവരിയിലും ഡിസംബർ 2018 പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് കോടതിയിലും ട്രയൽ കോടതിയിലും ഇതിൻ്റെ മെമ്മറി കാർഡ് ആരോ പരിശോധിച്ചിരിക്കുന്നു. അത് ടാമ്പർ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രിൻ്റ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നു.
അപ്പോൾ അതിനെ സംബന്ധിച്ച് കോടതി ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചായിട്ട് കാണുന്നില്ല. പ്രോസിക്യൂഷൻ അതിനെപ്പറ്റി വിചാരണ കോടതിയിലും റെപ്രസെൻറ്റേഷൻ കൊടുത്തു, ഹൈക്കോടതിയിലും കൊടുത്തു. ആ മാറ്റർ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ പൊതുവെ ഇത് നോക്കിക്കഴിയുമ്പം ഈ കേസിനകത്ത് എവിഡൻസ് നശിപ്പിക്കാൻ വലിയ ശ്രമം ഉണ്ടായി. പക്ഷേ അതൊന്നും വില പോയില്ല. എല്ലാ എവിഡൻസുകളും ഉണ്ട്. ഡിജിറ്റൽ എവിഡൻസ് നമുക്കറിയാം, അത് ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് 39, ഇപ്പോഴത്തെ BSA റൂൾ അനുസരിച്ച് 33 അനുസരിച്ച് എവിഡൻസ് ഒരു സംഭാഷണത്തിൻ്റെ എവിഡൻസായിട്ട് കേസിന് അനുകൂലമായിട്ട് എടുക്കും കോടതി. അതുപോലെ ഇലക്ട്രോണിക് റെക്കോർഡുകൾ അതിൻ്റെ പാർട്ടായാലും ഒരു ഭാഗമായാലും ശരി അത് എവിഡൻസായിട്ട് കണക്ക് കൂട്ടും. ഡോക്യുമെൻറ്റും അത് എവിഡൻസായിട്ട് കണക്ക് കൂട്ടും. അപ്പോൾ ഇതിനകത്ത് ചില എവിഡൻസുകൾ, ഡിജിറ്റൽ എവിഡൻസുകൾ അവിടുന്ന് ബോംബെ പോയി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് റിക്കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറേ എവിഡൻസുകൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ക്ലീനായിട്ട് ഇതിനകത്തൊരു എവിഡൻസ് ഉണ്ടെന്നാണ് പ്രോസിക്യൂഷൻ എവിഡൻസ് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് ഈ ശിക്ഷ ഒരു 7 വർഷം മിനിമം കൊടുത്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ 10 വർഷം വരെ പോകാം. ജീവപര്യന്തം തടവും വേണേൽ കൊടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ജീവപര്യന്തം തടവ് കൊടുക്കുന്നു. 7 വർഷമോ 10 വർഷമോ ആയിരിക്കണം ശിക്ഷ എന്ന് ഞാൻ കരുതുന്നു. അതിനകത്ത് 7.5 വർഷവും പൾസർ സുനി കടന്നു കഴിഞ്ഞു. ഇനി 2.5 വർഷം മതി. 10 വർഷമാണെങ്കിൽ 7 വർഷമാണ് ശിക്ഷയെങ്കിൽ എല്ലാവർക്കും പൾസർ സുനി അവിടുന്ന് കൈവീശി ഇറങ്ങിപ്പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം മറ്റുള്ളവർ കിടക്കുകയും ചെയ്യും. ഇതിനെ സംബന്ധിച്ച് ഉള്ള കോടതിയുടെ വിധി നമുക്കറിയാം. ഒരു 3 അല്ലെങ്കിൽ ഇനി ഒരു 3 മാസത്തിനകം, ഡിസംബർ 31 ഈ കേസിൻ്റെ വിധി വരുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇനി ആർഗ്യുമെൻറ്റ് മാത്രമേ ഉള്ളൂ. അതും ഇതുപോലെ 100 ദിവസം 200 ദിവസം നീട്ടിക്കൊണ്ട് പോകാം. അതിനും ഒന്നും പറയാനൊക്കില്ല. അത് വരുന്ന ദിവസം നമുക്ക് അതേപ്പറ്റി ചർച്ച ഉണ്ടാവും. നമുക്ക് ആ കാര്യത്തെപ്പറ്റി പറയാം. പക്ഷേ ജാമ്യത്തിലിറങ്ങിയ പൾസർ സുനി എന്ത് ചെയ്യും? ആരാണ് ജാമ്യത്തിൽ ഇറക്കിയത് പൾസർ സുനിയെ? അത് എനിക്ക് തോന്നുന്നില്ല പ്രതിഭാഗത്തിലെ ആരെങ്കിലും ആണെന്ന്. പ്രോസിക്യൂഷനും അല്ല. അല്ലാതെ സത്യവും നീതിക്ക് വേണ്ടി നിൽക്കുന്ന ചില അഡ്വക്കേറ്റ്സുമാരായിരിക്കണം അതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നു. ഏതായാലും ആൾ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങും. ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഇതിനകത്ത് 306 CRPC അനുസരിച്ച് വേണമെങ്കിൽ പഴയ ടെൻഡർ ഓഫ് പാർഡൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ഈ കേസിൻ്റെ തുടക്കത്തിൽ ഞാൻ പല ചാനലിലും അത് പറഞ്ഞിട്ടുണ്ട്. ടെൻഡർ ഓഫ് പാർഡൻ, അത് കുറ്റസമ്മതം പൾസർ സുനി നടത്തിയാൽ എന്താണ് പ്രശ്നം? അത് നടത്തുന്ന ഒരു വ്യക്തി കോടതി പറയുകയാണ്, ഞാൻ ഈ കേസിൻ്റെ മുഴുവൻ സത്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ കോടതിയുടെ മുമ്പിൽ പറയാം, എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാൽ അതിന് വലിയ എവിഡൻസാണ്. അത് കോടതി പറഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റു പ്രതികൾക്ക് അത് ബാധകമാണ്. അങ്ങനെ ഒരു സ്റ്റാൻഡ് ഇയാൾ എടുത്തെങ്കിൽ അത് വലിയ റിസ്ക്കിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ജാമ്യത്തിൽ നിൽക്കുന്ന ഇയാളെ അത് റിമാൻഡിൽ വെച്ചുകൊണ്ട് മാത്രമേ വീണ്ടും കോടതി ഈ കാര്യത്തിന് വേണ്ടി മാത്രം പൾസർ സുനിയെ ഒരാഴ്ചത്തേലെങ്ങാനും റിമാൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ മാത്രമേ ഒരു കൺവെർഷൻ 306 പഴയ CRPC അനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ BSA ആണെങ്കിൽ 133 അനുസരിച്ച് ചെയ്യാം. അത് ഇന്ത്യൻ തെളിവ് നിയമത്തിനകത്തുകൊണ്ട്, ക്രിമിനൽ പ്രൊസീജിയർ കോഡിലുണ്ട്. അങ്ങനെ ഒരു സ്റ്റാൻഡ് ഇയാൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം അയാളുടെ നീക്കം കൊണ്ടേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പൊതുവേ നമ്മൾ നോക്കിക്കഴിയുമ്പം പ്രോസിക്യൂഷൻ ഇതിനകത്ത് കൃത്യമായ തെളിവുകൾ ഹാജരാക്കി കഴിഞ്ഞു എന്നാണ്. ഡോക്യുമെൻ്ററി എവിഡൻസ്, ഓറൽ എവിഡൻസ്, ഇലക്ട്രോണിക്സ് എവിഡൻസ്, ഡിജിറ്റലായിട്ടുള്ള എവിഡൻസുകൾ എല്ലാം ആ 8 പ്രതികൾക്കും എഗൻസ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി കോടതിയാണ് നിശ്ചയിക്കേണ്ടത്. കോടതിക്ക് കേസിന് അക്യൂറ്റ് വേണം ചെയ്യാം, കേസ് കൺവിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മിനിമം കൺവിഷൻ കൊടുക്കാം. ഇതൊക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരു 3 മാസത്തിനകം ഇത് തീരും എന്നാണ് കരുതുന്നത്. ഇനി ഇതിനകത്തൊരു റീഇൻവെസ്റ്റിഗേഷനുള്ള സ്കോപ്പില്ല. കാരണം മിക്കവാറുള്ള എവിഡൻസ് പ്രോസിക്യൂഷൻ അതിന് തയ്യാറാകില്ല. ഇത് വലിച്ചു നീട്ടാൻ എനിക്ക് കഴിയില്ല. ആർഗ്യുമെൻറ്റ് മാത്രമേ ഇനി മിച്ചമുള്ളൂ. പുതിയ സാക്ഷികളൊന്നും വരാനില്ല. പ്രതിഭാഗം സാക്ഷികളുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. അതും വരാം, ഇനി നീട്ടാം, എത്ര നാൾ വേണമെങ്കിൽ നീട്ടിക്കൊണ്ട് പോകാം. പക്ഷേ സുപ്രീം കോടതി, കേരള ഹൈക്കോടതിയൊന്നും അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരും ദിവസങ്ങളിൽ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിയുമ്പം കേസിനെ സംബന്ധിച്ച് വലിയ വലിയ പ്രശ്നങ്ങളും ലീഗൽ പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം പൾസർ സുനിയുടെ നടപടി എന്താണ് എന്ന് ആകാംക്ഷപൂർവ്വം
എന്നെപ്പോലുള്ളവർ നോക്കിയിരിക്കുകയാണ്.